ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെനിക്ക് തന്ന പ്രൈസാണ്, നിങ്ങൾ എന്നെ അറിയാമോ, നിങ്ങളൊന്ന് അവരോട് അന്വേഷിക്കൂ, ഇതിൻ്റെ പ്രൈസ് ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. അന്നേരം അവരെന്നോട് ഫ്ലാറ്റിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു 2 BHK മതിയോ? ഞാൻ പറഞ്ഞു പോരാ, 3 BHK വേണം. കാരണം എന്താ, ഞാൻ ലോൺ എടുത്ത് ഞാൻ എൻ്റെ പണം മുടക്കിയിട്ട് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്, അവർ വാങ്ങി തരുന്ന ഫ്ലാറ്റല്ല. ഇനി NRI ആയതുകൊണ്ട് എങ്ങാനും ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടാവും പുള്ളി അത് ചെയ്തു. പിന്നെ പുള്ളിയുടെ കല്യാണം ആഗ്രഹിക്കുന്ന, പുള്ളി 3 BHK താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളിൽ ഒരാളായിരിക്കാം അത്. കഴിഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്, അത് കൂടി നമുക്ക് കാണാം. പറയട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിൻ്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. അവരെനിക്കൊരു ചെരുപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നു, ഇത് നിനക്ക് നന്നായി ചേരും എന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു ഏതാണ്? അപ്പോൾ പറഞ്ഞു ബർക്കിൻ സ്റ്റോക്കാണ്. അപ്പം ഒരു ചെരുപ്പ് വാങ്ങിയ ക്രൂരത അത് കേൾക്കണം നമ്മൾ. അപ്പോൾ എന്നിട്ട് എന്നോട് അവർ തന്നെ പറയുകയാണ് അത് അവിടെ അവൈലബിൾ അല്ല. ആ സംഭാഷണം അവിടെ സൗഹാർദ്ദപരമായിട്ട് അവസാനിച്ചു. ഞാൻ അവരോട് പിന്നൊരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു നീ എന്നാ അയച്ചെന്ന ആ ലിങ്ക് എനിക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് വാങ്ങണമെന്ന് തോന്നി. മൂപ്പര് വീണ്ടും ആ ലിങ്ക് അങ്ങോട്ട് ചോദിച്ചു, അയച്ചെന്ന ആ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. അവരാ ലിങ്ക് അയച്ചു തന്നു, ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. എന്തൊരാരോപണമാണ് ഉന്നയിച്ചത്, അതും ഈ യാഥാർത്ഥ്യമായിട്ട് എന്താ ബന്ധമുള്ളത്? രാഹുൽ ലിങ്ക് ചോദിച്ചു, ലിങ്ക് അയച്ചു, അതിൽ ചെരുപ്പ് വാങ്ങിച്ചു. സാമ്പത്തിക പ്രശ്നത്തെ പറ്റി അങ്ങ് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഡിജിറ്റലാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരോട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ, ഒരുപാട് രൂപ വേണ്ട, 1 രൂപ ആവശ്യപ്പെട്ട ഒരു മെസ്സേജ് കാണിച്ചാലാണ് മൂപ്പർ അവസാനിപ്പിക്കുന്നത്. ആളുകളോടുള്ള കരുതൽ കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ചില സൗഹൃദത്തിലെ കരുതലുകളാണ് ഇതെല്ലാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.